ഓക്കെ ഗേസ്, ഇവിടെ എൻ്റെ ഫോർച്യൂണറിൻ്റെ സർവീസാ പറയട്ടാ. 1000 കിലോമീറ്റർ ആയ പിന്നെ ഫസ്റ്റ് സർവീസാ. ഇത് പിന്നെ ഫസ്റ്റ് സർവീസ് അല്ലേ? അവന്മാർ പൈസ ഒന്നും മേടിക്കില്ലെന്ന് വിചാരിക്കണു. ഫ്രീ ആയിരിക്കും. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇത് പിന്നെ ഫസ്റ്റ് സർവീസ് ആയാലും അവർ പൈസ മേടിക്കില്ലേ? സ്പെയർ പാർട്സിന് പൈസ മേടിക്കുമല്ലോ. ആ, അതും ശരിയാണ്. ഇവന്മാർ ചിലപ്പോൾ സ്പെയർ പാർട്സിന് പൈസ മേടിക്കും. അതിപ്പോൾ സീനില്ല. സ്പെയർ പാർട്സിന് അധികം പൈസ ചിലവാവില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ വണ്ടി എടുത്ത് നേരെ സർവീസ് സെൻറ്ററിൽ പോവാം. ഏ ഇതെന്തത്? ഇതിപ്പോൾ എന്തുണ്ടായേ? എടാ ഷിൻചാനെ പിൻചാനെ, എന്നെ ആരാ അറ്റാക്ക് ചെയ്തേ? ആ പോട്ടാ, ഏതൊരു ഗൊറില്ല വന്നിട്ട് അറ്റാക്ക് ചെയ്ത്, അതുറപ്പാ. ഗൊറില്ലയോ? അതെവിടെ? ഇവിടെ എനിക്ക് ഗൊറില്ലനെ കാണാനില്ല. പക്ഷെ എൻ്റെ വണ്ടി ഡാമേജ് ആയി. എൻ്റെ വണ്ടിയുടെ ഡോറ് പൊളിഞ്ഞു. ഒരു മിനിറ്റ്. എടാ ഷിൻചാനെ പിൻചാനെ, അങ്ങോട്ട് നോക്കിയേ. അവിടെ ഒരു ഗൊറില്ല പോണു. ഈ ഗൊറില്ലാണ് നമുക്കിട്ട് പണി തന്നെ. അയ്യോ, ഇത് എൻ്റെ അടുത്തേക്ക് വരണേ. ഇപ്പോൾ എന്നെ ഒന്നും ചെയ്യണില്ല. ഈ ഗൊറില്ല പക്ഷെ എൻ്റെ വണ്ടി ഡാമേജ് ആക്കി. എൻ്റെ വണ്ടി മേടിച്ചിട്ട് ഒരു മാസം പോലും ആയില്ല. 1000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. സർവീസ് ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴേക്കും വണ്ടിക്ക് ഒരു പണി കിട്ടി. അതെ, ഒരു കാര്യം ചെയ്യാം. ഈ ഗൊറില്ലെന്നെ വെറുതെ തൊട്ടാൽ ശരിയാവില്ല. ഇതിനങ്ങ് തീർത്തളയണം. അണ്ണാ, അത് വേണ. ഇത് ഇച്ചിരി റിസ്കാ. ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആ ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ദേ കിടക്കണു വെള്ളത്തില്. എടാ പിഞ്ചാനെ, ഇത് റിസ്ക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വണ്ടി വിട്. വണ്ടിയുടെ കാര്യം നോക്കണ്ട. ഈ ഗൊറില്ല നേരത്തെ എന്നെ കൊല്ലാനാ ശ്രമിച്ചേ. അതിപ്പോൾ ഏതായാലും ശരിയാവില്ലല്ലോ. എൻ്റെ കയ്യിൽ പിന്നെ ഒരു RPG ഉണ്ട്. ഇതെടുത്ത് വിട്ടോക്കാം. ഇപ്പം എന്താണ്ടായേ? ആ ആ ഗൊറില്ലാതെ ചത്തു. ഇതൊക്കെ എത്ര ഉള്ളോ? നേരത്തെ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എന്താണോ, ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ വണ്ടി മൊത്തത്തിൽ ഡാമേജ് ആയി. വണ്ടിയുടെ സൈഡിലത്തെ ഡോറ് പോയി, ഡിക്കും പോയി. അണ്ണാ, എന്തായാലും ഈ വണ്ടി സർവീസ് സെന്ററിലേക്കല്ലേ കൊണ്ടുപോണേ. അന്നേരം ഇത് റിപ്പയർ ചെയ്യിക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇനി ഫ്രീ സർവീസ് കിട്ടുമെന്ന് നോക്കണ്ട, അതിനെ കുറിച്ച് ആലോചിക്ക വേണ്ട. ആടാ ഷിൻചാനെ, ഇനി മിക്കവാറും ഫ്രീ സർവീസ് കിട്ടില്ല. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഈ വണ്ടി കൊണ്ട് നേരെ സർവീസ് സെന്ററിലേക്ക് പോവാം. ഇതെന്തത്? നേരത്തെ ഗൊറില്ല അറ്റാക്ക് ചെയ്യാൻ വന്നു. ഇപ്പോൾ ഇത് പോലീസുകാർ വന്നേക്കണ്. ഹലോ സാറേ, എന്താ പ്രശ്നം? ശരി, നിനക്കപ്പോൾ ഒന്നും അറിയില്ല അല്ലേ? നമ്മുടെ സിറ്റിയിൽ ഒരു ഗൊറില്ല വന്നിട്ടുണ്ടായിരുന്നു. ആ ഗൊറില്ലനെ നീ കൊന്നുകളഞ്ഞു. നിനക്ക് ഒരു മർഡർ കേസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രാങ്ക്ലിനെ മര്യാദയ്ക്ക് നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോലെ, അതായിരിക്കും നല്ലത്. അയ്യോ സാറേ, ഞാൻ ഗൊറില്ലനെ കൊന്നു, അത് ശരിയാണ്. പക്ഷേ അത് നല്ലതല്ലേ? ആ ഗൊറില്ലില്ലേ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ഞാൻ ഗൊറില്ലനെ കൊന്നത് തെറ്റായി. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ മര്യാദയ്ക്ക് നമ്മുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. നമുക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കാം. A few moments later. എൻ്റെ പൊന്നു സാറുമാരെ, ഞാൻ പറയണത് വിശ്വസിക്ക്. ഞാൻ ആ ഗൊറില്ലനെ വേണമെന്ന് വെച്ച് കൊന്നതല്ല. ആ ഗൊറില്ല എൻ്റെ മേത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നു. അതുകൊണ്ടാണ് എനിക്ക് കൊല്ലേണ്ടി വന്നത്. എനിക്ക് മനഃപൂർവ്വം ഒരാളെയും കൊല്ലേണ്ട ആവശ്യമില്ല. എടാ ഫ്രാങ്ക്ലിനെ, ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇപ്പോൾ ഒരു മർഡർ കേസിൽ പ്രതിയാണ്. എന്താ സാറേ, മർഡർ കേസാ? സാറേ, ഞാനൊരു ഗൊറില്ലനെ കൊന്ന്, മനുഷ്യന്മാരെ കൊന്നിട്ടില്ല. ഈ ഗൊറില്ല നമ്മുടെ സിറ്റിയിലേക്ക് വന്നു. ഈ സിറ്റിയിൽ എന്തോരം ജനങ്ങളുണ്ട്. ഞാൻ ആ ഗൊറില്ലനെ കൊന്നുകൊണ്ട് മാത്രം ഇവിടെ കുറേ പേര് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് കുറേ പേര് മരിച്ചേനെ. സാറ് പറയണത് ഇതൊരു മർഡർ കേസാണ്. എന്താ സാറേ ഇത്? എടാ ഫ്രാങ്ക്ലിനെ, നീ ഇനി ഒന്നും പറയണ്ട. നിന്നെപ്പോൾ നമ്മളെ ഈ ലോക്കപ്പിൽ ഇടില്ല. പകരം നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുക. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും. ഒരു 3 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. 3 കൊല്ല? ഒരു ഗൊറില്ലനെ കൊന്നുകൊണ്ട് 3 കൊല്ലം ജയിലില്ല? സാറേ, ഇതെന്തത്? യുവമാരെങ്ങനെ വെറുതെ ഇട്ടാൽ ശരിയാവില്ലേട്ടാ. നമുക്കിനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ ഷിൻചാനെ പിൻചാനെ, എന്തപ്പോൾ ചെയ്യുക?
നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫ്രാങ്ക്ലിൻ അണ്ണ, അണ്ണന്റെ കയ്യിൽ വെപ്പൺസ് ഇല്ലേ? ഒരു കരിഞ്ചി എല്ലാത്തിനും തീർത്തളാ. ആടാ ഷിൻചാനെ, ഇനിയിപ്പോൾ നമുക്ക് അത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള എല്ലാത്തിനും അങ്ങ് തീർത്തളയാം. ഒരു ഗോറിലേനെ കൊന്നതിന് ഇവന്മാരെന്നെ ജയിലിടാൻ പോവാ, അത് 3 കൊല്ലം. അല്ല സാറേ, എങ്ങോട്ടേക്കാ ഓടിപ്പോണേ? അവിടെ നിൽക്ക്. ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്, ഇവരും കൂടി തീർത്തളയാം. ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാൻ പാടില്ല. ഇവിടെ പിന്നെ നമുക്ക് 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയിട്ടാ നമുക്കിനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവിടെ പിന്നെ ഒരു ഫോർച്യൂണർ ഉണ്ട്. ഇത് ആരുടെയെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഫോർച്യൂണർ എടുത്ത സ്ഥലം വിടാം. ഇവിടെ നമുക്ക് 3 സ്റ്റാറാ വാണ്ടഡ് ലെവൽ കിട്ടിയേ. ഫ്രാങ്ക്ലിൻ അണ്ണ, നമ്മുടെ മറ്റേ ഫോർച്യൂണർ എവിടെയാ? അത് കാണാലല്ലോ. ഇതേത് ഫോർച്യൂണർ? ഇത് പക്ഷെ നൈസ് വണ്ടിയാട്ടാ. ബ്ലാക്ക് കളർ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. ആടാ പിഞ്ചാനെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ വണ്ടി എടുത്ത് വേഗം രക്ഷപ്പെടാം. അയ്യോ, ഇതിപ്പോൾ എന്തുണ്ടായേ? ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണല്ലോ. ആ ബെസ്റ്റ്. അണ്ണൻ വേഗം വണ്ടിയിൽ കയറാൻ നോക്ക്, അല്ലെങ്കിൽ പോലീസുകാർ വീണ്ടും പിടിക്കും. അയ്യോ, ഇത് പോലീസ് ഒന്നുമില്ല. വേഗം കയറ്, വേഗം കയറ്. അവന്മാര് വെടിവെക്കുന്നുണ്ട്. ആടാ പിഞ്ചാനെ, ഞാൻ ദേ കയറി. പോലീസുകാർ പിന്നെ എന്നെ തൊട്ട് പിന്നാലെ ഉണ്ട്. നമുക്ക് വേഗം സ്ഥലം വിടാം. ഈ വണ്ടിക്കും കൂടിയും ഡാമേജ് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. പോലീസുകാർ പിന്നെ വെടിവെക്കുന്നുണ്ട്. ഹലോ സാറുമാരെ, മാർക്ക്. നമ്മൾ രക്ഷപ്പെട്ടോട്ടെ. നമ്മളിപ്പോൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അണ്ണൻ പക്ഷെ പോലീസുകാരെ വെടിവെച്ച് കൊന്നു. അത് വലിയൊരു തെറ്റാ. അത് ശരി. എടാ ഷിൻചാനെ, പിഞ്ചാനെ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ പോലീസുകാരെ വെടിവെച്ചേ. പോലീസുകാരെ വെടിവെച്ചുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. അല്ലെങ്കിൽ 3 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ സീനില്ല. ഇത് ഏതാ വഴി? ഞാൻ ഈ വഴി കൂടെ മുന്നേ പോയിട്ടില്ല. ഇവിടെ പിന്നെ പോലീസുകാരെ കാണാല്ലേ ഏട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. അണ്ണാ, ഈ വണ്ടിയുടെ ഡിക്കി അടയണില്ലല്ലോ. ഈ ഡോറ് പോലും അടയണില്ല. അത് കുഴപ്പമില്ല, അത് അടഞ്ഞോളൂ. ഇവിടെ ഇപ്പോൾ പോലീസുകാർ പോയാ. പോലീസുകാർ നമ്മുടെ പിന്നാലെ വിട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഈ ഭാഗത്ത് എനിക്ക് പോലീസുകാരെ കാണാനില്ല. Meanwhile, ഓക്കെ ഗൈസ്, ഇവിടെ എങ്ങനെ പോലീസുകാരെ നമ്മുടെ പിന്നാലെ വിട്ടേക്കാണ് കേട്ടാ. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലേ, അത് പൊളിഞ്ഞു. അതാ പോലീസുകാർ വെടിവെച്ചോണ്ട് ആ ഗ്ലാസ് പൊളിഞ്ഞു. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നൈസ് വണ്ടിയാ. എൻ്റെ മറ്റേ ഫോർച്യൂണർ ഇല്ലേ, അതിൻ്റെ ഡോറൊക്കെ പൊളിഞ്ഞിട്ടായിരുന്നു. ഇതിൻ്റെ പിന്നെ ഡോറൊന്നും പൊളിഞ്ഞിട്ടില്ല, ഗ്ലാസ് മാത്രം പൊളിഞ്ഞോളൂ. അതുകൊണ്ട് ഈ വണ്ടി റിപ്പയർ ചെയ്യാനായിട്ട് അധികം പൈസ ചിലവാവില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. എടാ പിഞ്ചനെ, ആ ഔട്ട്രോ പറഞ്ഞേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ.